ഇപ്പോൾ നാം ശ്രവിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജനാസം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ കേൾവിക്കാർക്ക് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യമാണ് നമ്മുടെ വിഷയം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ ദൈവം അബ്രഹാമിനെ കടത്തിവിട്ടു, എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ, അനുഗ്രഹത്തിൻ്റെ വഴിയിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ 3 ക്ലാസ്സിലും നാം ചിന്തിപ്പാനായിട്ടിടയായി. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദേശത്ത് അതികഠിന ക്ഷാമം തനിക്ക് നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ക്ഷാമമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. രണ്ടാമത്തെ കാര്യം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. ക്ഷാമം മുഖാന്തരം മിസ്രയീം ദേശത്തിലേക്ക് അബ്രാം തൻ്റെ ഭാര്യ സാരയുമായിട്ട് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ മനസ്സിൽ വലിയൊരു ഭയം. എന്താ ഭയം എന്ന് ചോദിച്ചാൽ തൻ്റെ പ്രാണനെക്കുറിച്ചുള്ള ഭയമാണ്. പ്രാണഭയം തന്നിൽ ഉണ്ടാവുകയാണ്. മിസ്രയീമ്യർ തന്നെ കൊന്നുകളയുമോ എന്നുള്ള ഭയം അബ്രഹാമിലുണ്ടായി. സൗന്ദര്യമുള്ള തൻ്റെ ഭാര്യ നിമിത്തമാണ് ഇപ്പോൾ അബ്രഹാം മിസ്രയീമ്യരെ ഭയപ്പെടുന്നത്. മിസ്രയീമ്യരെ ഭയപ്പെടാനുള്ള കാരണം ഇതാണെങ്കിലും അബ്രഹാമിന് ഇന്ന് ഒരു പ്രാണഭയം ബാധിച്ചിരിക്കുകയാണ്. മരണപ്പെടുമോ എന്നുള്ളൊരു ചിന്ത, താൻ കൊല്ലപ്പെടുമോ എന്നുള്ളൊരു ചിന്ത തൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് തൻ്റെ ജീവിതത്തിൽ വലിയ ക്ഷാമം വന്നു. രണ്ടാമത് തൻ്റെ പ്രാണനെക്കുറിച്ചുള്ള ചിന്ത, ഒരു പ്രാണഭയം, താൻ കൊല്ലപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത തൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ പ്രാണഭയം ഉണ്ടോ? ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്. അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയവനാക്കും, പിന്നെ നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അനുഗ്രഹം എല്ലാം ദൈവം നൽകാമെന്ന് പറയുമ്പോഴും
ആ വാഗ്ദാനങ്ങൾ ഇരിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു മരണഭയം കടന്നു വന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ ഗെരാർ രാജാവായ അബിമേലെക്കിൻ്റെ അടുക്കൽ വെച്ചും താൻ ഈ ഭയം അനുഭവിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ 2 പ്രാവശ്യം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ ഭയമുണ്ടായി. ഇസഹാക്ക് തൻ്റെ ജീവിതത്തിൽ ഈ ഭയം ഉണ്ടായതായിട്ട് 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ മരണഭയമുണ്ടായി. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഗത്ത് രാജാവായ ആക്കീശിൻ്റെ അടുക്കൽ വെച്ച് ദാവീദിന് ആ ഭയം വരികയും ദാവീദ് ഒരു ഭ്രാന്തനെ പോലെ അവിടെ അഭിനയിക്കുകയും ചെയ്യുകയാണ്. ഇനി പത്രോസിൻ്റെ ജീവിതത്തിൽ പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഈ ഭയം പത്രോസിനുണ്ടായി. പഴയ നിയമത്തിൽ തന്നെ ഏലിയാവിന് മരണഭയമുണ്ടായി. പുതിയ നിയമത്തിൽ പത്രോസിനുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതും മരണഭയം മുഖാന്തരമാണ് വെള്ളത്തിൽ താണുപോകുമ്പോൾ താൻ നിലവിളിക്കുന്നതുമൊക്കെ. തള്ളിപ്പറയുന്ന സന്ദർഭത്തിൽ ഇവരെന്തെങ്കിലും തന്നെ ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണ് കർത്താവിനെ താൻ 3 വട്ടം തള്ളിപ്പറയുന്നത്. പ്രിയമുള്ളവരെ, മരണഭയം അത് വിശ്വാസികളുടെ ജീവിതത്തിലും സംഭവിക്കാം, ദൈവദാസന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് സംഭവിക്കില്ല, എനിക്ക് മരണഭയമില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അങ്ങനെ വിചാരിക്കരുത്. എന്താണ് ദൈവം നമ്മളെ ജീവിതത്തിൽ തരുന്നത്, ഏതവസ്ഥയിലൂടെയാണ് ദൈവം നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. രോഗത്താൽ ഭാരപ്പെട്ട് മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങളിൽ രോഗിയായ വിശ്വാസിയുടെ ഹൃദയത്തിൽ മരണഭയം ഉണ്ടാകും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപകടം സംഭവിക്കുമ്പോൾ ഒരു മരണഭയം ഉണ്ടാകും. ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ മരണഭയം ഉണ്ടാകും. എന്നാൽ അവിടെ തള്ളിക്കളയുന്നവനല്ല ദൈവം എന്നുള്ളതാണ്. ഈ മരണഭയത്തിൻ്റെ മുന്നിൽ അബ്രഹാം പിന്തിരിഞ്ഞോടിയില്ല, പിന്നെയും മുൻപോട്ട് ചുവടുകൾ വെച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തന്നെ ദൈവം സംരക്ഷിച്ചു, തന്നെയും തൻ്റെ കുടുംബത്തെയും ദൈവം സൂക്ഷിച്ചു. താൻ ഭയപ്പെട്ടത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. ഭയമുണ്ടായി, പക്ഷേ ഭയപ്പെട്ടത് സംഭവിച്ചില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല ഭയങ്കരമായ ഭയപ്പെടുത്തുന്ന മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. എന്നാൽ ആ സാഹചര്യത്തിലും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപ അത് വലുതാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാവരും ഭയപ്പെട്ടു എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. ഭയപ്പെടാതിരുന്ന ഭക്തന്മാരുണ്ട്, മരണത്തെ നേരിട്ട ഭക്തന്മാരുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിലും 6-ാം അധ്യായം 10-14 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ മരണത്തെ മരണത്തെ ഭയം കൂടാതെ നേരിട്ട ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെയും അതുപോലെ ദാനിയേലിനെയൊക്കെ നാം അവിടെ കാണുന്നുണ്ട്. തീച്ചൂളുടെ അനുഭവത്തിൽ, സിംഹക്കുഴിയുടെ അനുഭവത്തിൽ ഭയപ്പെടാതെ അതിനെ നേരിട്ടവർ ദൈവം സംരക്ഷിച്ചില്ലയോ? തീർച്ചയായിട്ടും ദൈവം സംരക്ഷിച്ചു. ഭയപ്പെട്ടു പോയവരെയും സംരക്ഷിച്ചു, ധൈര്യത്തോടെ അതിനെ നേരിട്ടവരെയും ദൈവം സംരക്ഷിച്ചു. നിങ്ങളുള്ളവരെ, ജീവിതത്തിൽ ഭയപ്പാടിൻ്റെ അനുഭവങ്ങൾ വരും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ വരും. പക്ഷേ കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവം, മരണഭീതി നമ്മെ ബാധിക്കും, പക്ഷേ നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം,
കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ ഈ നാളുകളിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലുമൊക്കെ വേല ചെയ്യുന്ന ദൈവഭക്തന്മാരുടെ അനുഭവങ്ങൾ, എവിടെയെല്ലാം പീഡനങ്ങൾ, മാരകമായ ഉപദ്രവങ്ങൾ, ജയിലിൻ്റെ അനുഭവങ്ങൾ, കള്ളക്കേസുകൾ, സഹിക്കാൻ പറ്റാത്ത ഉപദ്രവങ്ങൾ, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ. എന്നാൽ അതിൻ്റെ മധ്യേ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ കൂടെയുള്ള ആ ദൈവം ശദ്രക്കിൻ്റെയും മേശക്ക് അബേദ്നെഗോവിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. അതേ ദൈവം ദാനിയേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവം എൻ്റെയും താങ്കളുടെയും കൂടെയുണ്ട് എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ധൈര്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ധൈര്യമായിട്ട് പറയുകയാണ്. ജയിലിൻ്റെ ഉള്ളറകളിൽ നിന്ന് എഴുതുന്ന ഈ കത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. ആ ധൈര്യം നമ്മുടെ എല്ലാ ഹൃദയത്തിലുണ്ടാകണം. പ്രിയമുള്ളവരെ, പലവിധമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും നാം പിന്തിരിഞ്ഞോടുകയല്ല. അത് വരികയില്ലെന്നല്ല, വരും. ദൈവം നമുക്ക് വെച്ചിട്ടുള്ളത് സംഭവിക്കും. പക്ഷേ അവിടെ അബ്രഹാം പിന്തിരിഞ്ഞില്ലാത്തത് കൊണ്ട് പിന്നോട്ട് പോയില്ല. അബ്രഹാം മുമ്പോട്ട് ചുവടുകൾ വെച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ദൈവം അബ്രഹാമിനെ സംരക്ഷിച്ചു, ദൈവം അബ്രഹാമിനെ സൂക്ഷിച്ചു, ദൈവം അബ്രഹാമിനെ മാനിച്ചു, ദൈവം അബ്രഹാമിനെ ഉയർത്തി. സ്തോത്രം. ആ ദൈവം എന്നെയും താങ്കളെയും അനുഗ്രഹിക്കുകയും ഉയർത്തുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ കർത്താവിൻ്റെ പുണ്യനാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ.